ഹായ് ടീം, അപ്പൊ നമ്മുടെ വിൽഫ്രഡ് അപ്പിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു ഓഫർ ആയിട്ട് നമ്മുടെ 2 വണ്ടികൾ, ഇത് നമ്മുടെ യൂസ് കാർ ഷോറൂമിലുള്ള വണ്ടികളല്ല, ഇത് നമ്മുടെ വണ്ടികളാണ്. നമ്മുടെ ഒരു 2015 മോഡല് ഒരു ഇന്നോവ ഇന്റർകൂളർ വണ്ടി, 2 അതർ സ്റ്റേറ്റ് വണ്ടികളാണ്. നല്ല ബെസ്റ്റ് വണ്ടികളാണ്. നിങ്ങൾക്ക് അറിയാം, പണ്ടത്തെ പോലെ ഒന്നല്ല, നല്ല വണ്ടികൾ അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാമറമാന്റെ ശ്രദ്ധയ്ക്ക് അധികം ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ഓക്കെ, അപ്പൊ പണ്ടത്തെ വണ്ടികൾ പെട്ടെന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടികൾ നല്ല വണ്ടികൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നല്ല വണ്ടികൾ കിട്ടിയപ്പോ ഒരു റീപ്ലേസും ഇല്ലാത്ത സീൽ ടു സീൽ വണ്ടികൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കാണ് കേട്ടോ. 2 വണ്ടികൾ, ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടികൾ. നമ്മുടെ 2016 മോഡല് ക്രിസ്റ്റ 2.4 7 സീറ്റർ ഇങ്ങനെ എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ 2015 മോഡല് G4 7 സീറ്റർ വണ്ടി. 2 വണ്ടികളുടെ ഡീറ്റെയിൽ പറയാൻ വേണ്ടി വന്നേക്കണം. നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. ആർക്കെങ്കിലും ആവശ്യം നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. നല്ല ബെസ്റ്റ് ഓഫർ ആയിട്ടാട്ടോ ഈ 2 വണ്ടി നിങ്ങൾക്ക് ന്യൂ ഇയർ ഓഫർ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോണേ. ടീം, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ വണ്ടി നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ വണ്ടി നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ. ഇത് 2016 മോഡൽ വണ്ടിയാണ്. 2016 G4 വണ്ടിയാണ്. ഇത് നമ്മുടെ MH രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി എല്ലാം നീറ്റ് ആക്കി അടിപൊളിയാണ്. നമുക്ക് ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളും നല്ല കോസ്റ്റ്ലി പെയിന്റിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയിൽ നിങ്ങൾ നോക്കി, ഈ ഭാഗങ്ങളൊക്കെ നോക്കി, ഇത് ടൈപ്പ് 1 വണ്ടിയായിരുന്നു. ഈ ടൈപ്പ് 1 വണ്ടി നമ്മൾ ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്തു. ടൈപ്പ് 2 ആണ് കേട്ടോ ഇതൊക്കെ വരണം. നോക്കിയേ, ഇതൊക്കെ ശരിക്കും സൂക്ഷിച്ച് അവർ കാണിച്ചു കേട്ടോ. സീൽ ടു സീൽ വണ്ടിയാണ്. ഇതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത കേട്ടോ. നോക്കി ഈ ഏരിയക്ക് നോക്കി, നമ്മൾ ഇവിടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാം, ബമ്പറും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കറിയാം അതിന്റെ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ എന്തോരം ഉണ്ട്, എന്തോരം പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടയറുകളൊക്കെ നോക്കി, 90+ ടയറുകളുണ്ട്. അലോയൊക്കെ നമ്മൾ അടിപൊളിയായി പെയിന്റ് ഒക്കെ ചെയ്ത് അടിപൊളി രസമാക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കി, ഈ ക്രോമും കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട് വണ്ടിയുടെ. വണ്ടി മൊത്തത്തിൽ നല്ല ഒരു അടിപൊളി കിളിക്കുഞ്ഞു വണ്ടി എന്ന് പറയണ പോലെ വേണ്ട. ഇവിടെ ഒക്കെ നോക്കി, പെയിന്റിംഗ് ഒക്കെ നല്ല ബെസ്റ്റാണ്. നമ്മുടെ ബാക്കൊക്കെ നോക്കി അടിപൊളി കാര്യങ്ങളാണ്. നമ്മള് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ, നല്ല AH റിവേഴ്സ് ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ വണ്ടി ഇറങ്ങണുള്ളൂ കേട്ടോ. നമ്മുടെ എല്ലാം കഴിഞ്ഞ് വണ്ടി ചെറിയൊരു മിനിറ്റ് പണി കൂടി ഉള്ളൂ. അവിടെ നിങ്ങളിപ്പോ നാളത്തോടു കൂടി എല്ലാ പരിപാടിയും തീരും. ഈ സൈഡൊക്കെ നോക്കി നല്ല നീറ്റാണ്. വണ്ടിയുടെ ഇന്റീരിയർ ഒക്കെ നമുക്കൊന്ന് വേണമെങ്കിൽ കാണാം. 2016 മോഡല് G4 കേട്ടോ, 7 സീറ്റർ വണ്ടിയാണ്. സീറ്റിംഗ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും 1,40,000 സംതിങ് കിലോമീറ്റർ ആട്ടോ ഈ വണ്ടി ഓടിയിട്ടുള്ളത്. മീറ്ററിൽ ഇപ്പൊ കിട്ടും, എവിടെ തുറന്നതിൽ കാണിച്ചു. നല്ല ബെസ്റ്റ് ക്വാളിറ്റി അതിൽ ഉപയോഗിച്ചേക്കുന്ന വണ്ടിയാണ് കേട്ടോ ഇത്. ഒരു റീപ്ലേസ് പോലും ഈ വണ്ടിയിൽ ഇല്ല എന്നതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. റൂഫ് ആയാലും കാര്യങ്ങളായാലും നല്ല ക്ലീൻ ആണ് വണ്ടിക്ക്. ഇത് ആക്ച്വലി നമ്മൾ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിൽ എടുത്തിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് ചെറിയൊരു ആവശ്യം വന്ന കാരണം കൊണ്ട് കൊടുക്കാണ് കേട്ടോ. ഒരു നല്ല ഫാമിലിക്ക് വേണ്ടിയിട്ട് നമുക്കിത് റെക്കമെൻഡ് ചെയ്യാം. അത്ര നല്ല ബെസ്റ്റ് ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നോക്കിക്കോ, നല്ല നീറ്റ് വണ്ടിയാണ്. വണ്ടി നല്ല അലോയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. 1,40,000 സംതിങ് ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഇനി നമ്മുടെ വണ്ടിയുടെ ഓണർഷിപ്പ് പറയുകയാണെങ്കിൽ സിംഗിൾ ഓണറിൽ നിൽക്കുന്ന വണ്ടിയാണിത്. നിങ്ങൾ ഇവിടേക്ക് നമ്പർ ആക്കുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഓണർഷിപ്പിലായിരിക്കും എടുത്തിട്ടുണ്ട്. നമ്മൾ കേരള തൃശ്ശൂരിലേക്ക് നമ്മൾ NOC എടുത്തിട്ടുണ്ട്. KL08ലേക്ക് നമ്മൾ ഈ വണ്ടി NOC എടുത്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിലാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. നിങ്ങൾ സെക്കൻഡ് ഓണർഷിപ്പിലായിരിക്കും ഇവിടെ കിട്ടുമ്പോൾ വണ്ടി വരാം. അവിടെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ എല്ലാ മിനുക്ക് പണികളും കാര്യങ്ങളും കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോ അതിന്റെ ഇതാണ് നിങ്ങൾ കാണുന്നത്. അത്ര ബെസ്റ്റ് ആയിട്ടാണ് നമ്മൾ വണ്ടി കീപ്പ് ചെയ്തേക്കുന്നത്. ഇത് സീൽ ടു സീൽ വണ്ടിയാണ്. ഒരു വട്ടം പറയാം, സീൽ ടു സീൽ വണ്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു. ഇതിന്റെ നമ്മള് മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല കേട്ടോ. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. പുറത്തേന്ന് വണ്ടി എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കാര്യങ്ങളുണ്ട്. അടുത്ത് നമുക്ക് വേണമെങ്കിൽ എഞ്ചിൻ റൂം കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് എഞ്ചിൻ റൂം കാര്യങ്ങളും വരുന്നത്. ഇങ്ങനെയുണ്ട്. അത് ഈ ഭാഗത്തേക്ക് കാണിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് എപ്രോൺ സൈഡ് വരുന്നത്. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ആ സൈഡൊക്കെയാണ് സൂക്ഷിച്ച് നോക്കേണ്ടത്.
വെറുതെ ഓടിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നല്ലാണ്ട് ഇതാ ഇതൊക്കെയാണ് സീലിന്റെ ഭാഗങ്ങൾ. അതൊക്കെ സീൽ ടു സീലാണത്. കണ്ടോ, പിടിക്കുന്ന ഒരു അടി വന്നിട്ടില്ലായിരുന്നു. കണ്ടോ, ഇവിടെയൊക്കെ തട്ട് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും, കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, അതൊക്കെയാണ് എപ്രോൺ സൈഡ്, ഇത് കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽ കേട്ടോ. ഫുൾ ക്രോം ആക്സറീസ് നമ്മൾ ഈ വണ്ടിയിൽ എല്ലാ കാര്യത്തിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ കണ്ടു കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നോവ 2015 2015 മോഡൽ വണ്ടിയാണ്. G4 വണ്ടിയാണ്. ഇത് ഗ്രേ കളർ വണ്ടിയാണ്. ഇതൊരു സിൽവർ ഗ്രേ എന്നൊക്കെ പറയാം, സോറി മെറ്റാലിക് ഗ്രേ എന്നൊക്കെ പറയാം ഉള്ള വണ്ടിയാണ്. ഇത് വന്ന കണ്ടീഷനിലാട്ടോ ഈ വണ്ടി ഇപ്പൊ നിങ്ങൾ കാണിച്ചു തരണേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ ജസ്റ്റ് 500 വരെ വാട്ടർ സർവീസ് പോലും ഈ വണ്ടിയിൽ നിന്ന് ചെയ്തിട്ടില്ല. നിങ്ങൾ പുറത്തുനിന്ന് വണ്ടി വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുമെന്ന് പറയുന്നത് നമുക്ക് പെയിന്റിങ്ങിന്റെ കാര്യങ്ങളൊന്നും മെയിൻ ആയിട്ട് ആവശ്യങ്ങൾ വരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്രയ്ക്ക് നീറ്റായിട്ടാണ് ഈ വണ്ടി ഇരിക്കുന്നത്. ചെറിയ മൈന്യൂട്ട് ഇവിടെ ഒന്ന് വന്ന് കാണിച്ചു കൊടുത്തേ, ചെറിയൊരു മൈന്യൂട്ട് കണ്ടോ, ഇങ്ങനെ ചെറിയൊരു ഇതുണ്ട്. അതൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 15 രൂപ 20 രൂപയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ നമ്മൾ വർക്ക് കണ്ടത്. അതൊക്കെ ക്ലിയർ ചെയ്ത് പൊട്ടച്ചം പോളിഷ് ഒക്കെ ചെയ്ത് നമ്മൾ ബെസ്റ്റ് ആക്കിയിട്ട് ഈ വണ്ടി നമ്മൾ കൊടുക്കും കേട്ടോ. 500 വരെ വാട്ടർ സർവീസ് പോലും നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല, വന്ന കണ്ടീഷനിലാണ്. ഇതിലെ എല്ലാ ഗ്ലാസും 2015 മോഡൽ ഗ്ലാസ് ആണ്. അത് റീപ്ലേസ്, മെയിൻ ഗ്ലാസ് പോലും ഒരു ഗ്ലാസ് പോലും ഇതിൽ റീപ്ലേസ് ഇല്ല. ഈ വണ്ടിയുടെ പ്രത്യേകതയാണ്. എല്ലാം നല്ല ഒരു 50% ടയറുകൾ എല്ലാ വണ്ടിക്കും വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കണമെങ്കിൽ എന്താ നമുക്ക് നോക്കട്ടോ. നമ്മുടെ സെന്റർ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ നോക്കുമ്പോൾ നല്ല അടിപൊളി ഇന്റീരിയർ ആണ്. ഇത് 1,60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പിലായിരിക്കും നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ കേട്ടോ. ഇതിൽ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ടുണ്ട്. 7 സീറ്റർ ആണ്. നല്ല നീറ്റ് വണ്ടിയാണ്. നല്ല ബെസ്റ്റ് ക്വാളിറ്റി എഞ്ചാണ്. അത് നമ്മളെ സീറ്റ് ജസ്റ്റ് ഏറ്റവും 3rd റോ സീറ്റ് നമ്മൾ ജസ്റ്റ് മടക്കി വെച്ചു എന്നുള്ളൂ. ഇതില് നമുക്കറിയാം 15 തൊട്ടിട്ട് രണ്ട് സൈഡ് എയർ ബാഗ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, നല്ല അടിപൊളി സ്റ്റീരിയോ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അടിപൊളി HD ക്യാമറ വെച്ചിട്ടുണ്ട്. നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഇത് ഒരു റീപ്ലേസ് ഇല്ലാത്ത 2015 മോഡല് നല്ല നീറ്റ് പ്രൈവറ്റ് വണ്ടിയാണ്. അപ്പൊ ഇതാണ് കേട്ടോ ഈ വണ്ടിയുടെ നമ്മുടെ 2015 മോഡല് G4 7 സീറ്റർ ഇന്നോവയുടെ ഡീറ്റെയിൽ. ഒരു റീപ്ലേസ് ഇല്ലാത്ത ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഇതാണ്. വേറെ എന്തെങ്കിലും നമുക്ക് ഇതിന്റെ ബോണറ്റ് തുറന്ന് പിന്നെന്താ, ബോണറ്റ് തുറന്ന് ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഒറ്റ വണ്ടിക്ക്. സീൽ ടു സീൽ വണ്ടിയാണ്. ഇന്റർകൂളർ എഞ്ചിനാട്ടോ അത്. കണ്ടോ, ഇവിടെ നോക്ക്. നമ്മൾ വാഷിങ്ങും കാര്യങ്ങളും പോലും ഒന്നും ചെയ്തിട്ടില്ല. ഈ ഏരിയയിലൊക്കെ ഇവിടൊക്കെ നോക്കിയേ, ഇതൊക്കെ എപ്രോൺ സൈഡ്. ഇതിലൊന്നും ഒരു പ്രശ്നമില്ലാത്ത കേട്ടോ. നമ്മള് ഇവിടെ വന്നിട്ട് നമ്മൾ ഓയിൽ ഫിൽറ്റർ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്തൂടെ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ട് ചുണക്കുട്ടികളെ നമ്മൾ കണ്ടു, നമ്മൾ പരിചയപ്പെട്ടു 2 വണ്ടികളുടെ. ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും പ്രൈസിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വലിയ വീഡിയോ ആയി കഴിഞ്ഞാൽ അതൊരു രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. ഇത് 1,40,000 സംതിങ് ആണ് ഓടിയേക്കണേ. അത് 1,62,63 കിലോമീറ്റർ ആണ് ഓടിയേക്കണേ. അപ്പൊ നിങ്ങൾ വന്നിട്ട് വണ്ടി ഓടിച്ചു നോക്കാം. നിങ്ങൾ ടയോട്ട വണ്ടികൾ ഓടിച്ചു നോക്കുന്നവരായിരിക്കും എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇതിന് ഇതിന്റെ പ്രൈസിലേക്ക് കിടക്കാം. ഈ പ്രൈസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് NOC പ്രൈസ് അല്ല കേട്ടോ. ഈ 2 വണ്ടികളിലും പറയണേ, നമ്മൾ 2 വണ്ടികളും കേരളത്തില് നമ്പർ ആക്കിയിട്ടാണ് കൊടുക്കണേ. രണ്ടും KL 08ലേക്ക് തൃശ്ശൂരിലേക്ക് നമ്മൾ NOC എടുത്തിട്ടുണ്ട്. അപ്പൊ തൃശ്ശൂർ നമ്പറിലേക്ക് ആയിരിക്കും 2 വണ്ടി കിട്ടാൻ നിങ്ങൾക്ക്. 2 വണ്ടിയും സെക്കൻഡ് ഓണർഷിപ്പിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണത്. നമ്പർ ആക്കിയിട്ട് 14.5 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ആസ്കിങ് റേറ്റ്. അത്ര ക്വാളിറ്റിയിൽ നമ്മൾ വണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ.
14 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചെറിയൊരു മാർജിൻ എടുത്തിട്ട് മാത്രമാണ് നിങ്ങളോട് പറയണേ. നമ്മൾ വലിയ കട്ട് റേറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ ഓഫർ പ്രമാണിച്ച് നമുക്ക് വണ്ടി ചെറിയ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഓഫറിൽ നമുക്ക് വേണമെങ്കിൽ വണ്ടി കൊടുക്കും. ന്യൂ ഇയറും ക്രിസ്മസും കാര്യങ്ങളൊക്കെ വരുന്നവരുണ്ട്. 14,25,000 ഈ വണ്ടി ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നും ചെയ്യണ്ട, ഡീസൽ അടിച്ച് മാത്രം ഓടിച്ചാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനിൽ ഈ വണ്ടി നിങ്ങൾക്ക് 14,25,000 കേട്ടോ ലാസ്റ്റ്. ഇതല്ലാണ്ട് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും വീഡിയോ കണ്ടുവരുന്നവർക്ക് ഇനി ഓഫർ വേണോ? വീഡിയോ അത് ശരി. അപ്പൊ ശരി, ഇനി നമ്മുടെ വീഡിയോ വിൽഫ്രഡ് അപ്പ് ഒന്ന് പേര് പറഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ബെസ്റ്റ് ഓഫറിൽ പിടിച്ചോ. ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തിരിക്കണം കേട്ടോ. സബ്സ്ക്രൈബും ചെയ്തിരിക്കണം. നമ്മൾ നോക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോന്ന്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വണ്ടി 13,95,000 രൂപയ്ക്ക് എങ്ങനെയുണ്ട്? ബെസ്റ്റ് ഓഫർ അല്ലേ? അപ്പോ ഈ വണ്ടിയുടെ പ്രൈസും ഡീറ്റെയിലും ഇതാണ് കേട്ടോ. ഇനി അത് നമുക്ക് 2015 മോഡൽ ഇന്നോവയിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് 2015 മോഡൽ ഇന്നോവ. കാരണം നമുക്കറിയാം 2016 വരെയാണ് ഇന്നോവ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ തൊട്ട് മുന്നിലത്തെ മോഡലാണ്. 15 വണ്ടിയാണിത്. അതായത് ഫ്രണ്ട് 2 ബാഗ്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഇന്റർകൂളർ വണ്ടിയാണ്. കേരള വണ്ടീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2-3 കിലോമീറ്റർ ലിറ്ററിൽ ഈ വണ്ടി കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. നിങ്ങൾ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും കണ്ടു. അപ്പോൾ നമുക്ക് ഇത് വന്ന കണ്ടീഷനിലാണിത്. പക്ഷെ വന്ന കണ്ടീഷനിലല്ല നിങ്ങൾക്ക് തരാൻ പോണത്. എല്ലാ പരിപാടികളും കഴിച്ച് കേരള നമ്പർ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ വണ്ടി തരാൻ പോണത്. അപ്പൊ ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 9.5 ലക്ഷം രൂപയാണ്. നമ്മൾ ഇതിനെ നമ്പർ ആക്കിയിട്ട് നിങ്ങളുടെ ആസ്ക് ചെയ്യുന്ന റേറ്റ് നമ്പർ ആക്കി നിങ്ങൾക്ക് ഡീസൽ അടിച്ച് മാത്രം അടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇൻഷുറൻസ് അടക്കം എടുത്തു തരും. 9 ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന റേറ്റ്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഓഫർ ആള് പറയാനായിട്ട് വേണ്ടി ഞാൻ തന്നെ പറയാം. ഈ വണ്ടിക്ക് നമ്മൾ റേറ്റ് കുറയ്ക്കാണ്. 9,20,000 രൂപയ്ക്ക് തരാം. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ നമ്പറിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യുക. വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകാനായിട്ട് വേണ്ടി കോൺടാക്ട് ചെയ്യുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു.